സാറിന് ഞാനായിട്ട് മിങ്കിൾ ചെയ്താൽ മതിയാവൂ? അതാരാ? അയ്യോ, നീയോ? നീ എന്താ ഇവിടെ? സബാഷ്, എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. വണ്ടർഫുൾ. എൻ്റെ കർത്താവേ, എന്നെ നീ തന്നെ കാത്തോളണേ. ഈ സാറിന്റെ പ്രോബ്ലം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. കുട്ടി പൊക്കോളൂ. ഹെൽപ്പ് ഒന്നും വേണ്ടി വല്ല കുട്ടി. ഇതിനെ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം. കുട്ടി പൊക്കോളൂ. നീ എന്താ ഇവിടെ? പട്ടി തടിച്ചേട്ടെ, നീ എന്താണ് എന്നോട് പറയാൻ നാട്ടിൽ പോകുന്നേ? ഞാൻ മുന്നേ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചല്ലേ? എടാ, നീ ഒന്ന് അനങ്ങിയ അതെന്ത് ചെയ്യാനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ കൊച്ചുകള്ളി. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നിനക്ക് എന്താടാ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്താ പ്രശ്നം? അല്ലടി, അത് അങ്ങനെയല്ല. എങ്ങനെയല്ലാന്ന് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. കൊരങ്ങൻ ഒരു കാര്യം പറയത്തില്ല, എന്നിട്ട് ഞാനായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു അവിഞ്ഞ് ചിരിയും ചിരിച്ചോണ്ടിരിക്കും. എടി, നീ ഇങ്ങനെ കിടന്ന് ചൂടാവല്ലേ. കാം ഡൗൺ, കാം ഡൗൺ. ഞാൻ പറയാം. എന്താടാ കോപ്പ നിനക്ക് പറയാനുള്ളത്? എടി, അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് തീരുമാനിക്കേണ്ടി വന്നു. അതിന് നീ ഇങ്ങനെ തീരുമാനിച്ചതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് നിനക്ക് എൻ്റെ അടുത്തും കൂടി പറഞ്ഞാൽ എന്താന്നല്ലേ ഞാൻ ചോദിച്ചോളൂ. അല്ലടി, അത് പിന്നെ നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീയും കൂടെ കൂടെ പോന്നാലോ എന്നോർത്തിട്ട്. ഞാൻ കൂടെ നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ പട്ടി നിന്റെ പ്രശ്നം? ഇനി മോളെ, നീ ഇങ്ങനെ ഫയറാവാതെ ചൂടാവല്ലേ. പറയട്ടെ, ഞാൻ പറയാം. എന്നാ പറയേ, എന്താ നിനക്ക് പറയാനുള്ളേ? എടി, അത് പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ അതാ പിന്നെ ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോയിട്ട് പിന്നെ നിന്നോട് പറയാമെന്ന് വിചാരിച്ചേ. ഞാൻ അറിയാത്ത എന്ത് കാര്യമാണ് നിനക്ക് ശരിയാക്കാനുള്ള അവിടെ? എടി, അത് അവരുടെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കണം. ഇനിയും അവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണപ്പോൾ ഞാൻ അവിടെ പോയാലേ അതൊക്കെ നടക്കുള്ളൂ. അതാ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചേ. ഓ എൻ്റെ പൊട്ടാ, അവരുടെ കാര്യം ശരിയാക്കാനാണെങ്കിൽ ഞാൻ കൂടെ വന്നാൽ എന്താടാ നിന്റെ പ്രശ്നം? ഞാൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടുകയല്ലേ ഉള്ളൂ. അതെങ്ങനെയാ? ഓ എൻ്റെ ചെക്കാ, അവൾ എൻ്റെ സിസ്റ്റർ അല്ലട പൊട്ടാ. അപ്പോൾ പിന്നെ അവളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവളുടെ ഷെഡ്യൂളോ അല്ലെങ്കിൽ അവളവിടെ പോന്നു, അവളെന്ത് ചെയ്യുന്നു, ഇതൊക്കെ അറിയാനായിട്ട് ഞാനല്ലേടാ ഹെൽപ്ഫുൾ ആവത്തുള്ളൂ. നിനക്ക് എന്നോട് ചോദിക്കാൻ പാടില്ലേടാ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നിനക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവത്തില്ലേടാ. ഓ, അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നല്ലേ. അത് ഞാനങ്ങ് മറന്നുപോയെന്നേ. നീ അവളുടെ സിസ്റ്റർ ആണെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും മറക്കുന്നേ. അവളുടെ സ്വഭാവം ഇല്ലല്ലോ നിനക്കുള്ളത്. അവളെന്ത് ഡീസൻ്റാ. നീ എൻ്റെ പൊന്നോ. എന്താണ് എൻ്റെ സ്വഭാവത്തിനൊരു പ്രശ്നം? അയ്യോ, പ്രശ്നമേ ഉള്ളൂ. ഓഹോ, എന്തായാലും നിന്റെ സ്വഭാവത്തിൻ്റെ അത്രയൊന്നും വരത്തില്ല. നിനക്ക് തനി കാട്ടുമാക്കാൻ്റെ സ്വഭാവം, കാട്ടുമാക്കാൻ്റെ. അയ്യോ, എൻ്റെ കൊച്ചു പിണങ്ങിയോ? ഞാൻ ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. അതൊക്കെ വീട്. അപ്പം നമുക്ക് പ്ലാൻ ചെയ്യാം എന്തൊക്കെ വേണം എന്നുള്ളത്. ഒറ്റക്ക് അങ്ങ് പ്ലാൻ ചെയ്താൽ മതി. ഞാനൊന്നുമില്ല, നീ എന്താന്ന് വെച്ചാൽ തന്നെത്താനെ ചെയ്തോ. അയ്യോ, അങ്ങനെ പറയില്ലേ. നീ എൻ്റെ മുത്തല്ലേടാ. നിന്റെ ഹെൽപ്പ് എനിക്ക് കൂടിയേ തീരൂ. നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നേ. അങ്ങനെ മര്യാദക്ക് വഴിക്ക് വാ. അല്ലെങ്കിൽ ഞാനില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അഥവാ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് മൊത്തം കൊളാക്കി കയ്യിൽ തരും പൊട്ടൻ. നിന്റെ കെട്ടിയോനാണ്. എന്താ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലടാ, എല്ലാം നമുക്ക് അടിപൊളി ആക്കണം എന്ന് പറഞ്ഞതാണ്. എന്നാ എനക്കൊള്ളാം. ഓ എൻ്റെ കർത്താവേ, ഇനി നാട്ടിലെത്തുന്നവരെ ഇതിനെ ഞാൻ സഹിക്കണമല്ലോ. നീ തുടമരപ്പെട്ടി. മമ്മി, മമ്മി, എൻ്റെ വൈറ്റ് ഷർട്ട് കണ്ടായിരുന്നോ മമ്മി? ഓ എൻ്റെ ചെറുക്ക, അത് അവിടെ എവിടെയെങ്കിലും കാണും, മര്യാദക്ക് നോക്ക്. ഇവിടെയെങ്കിലും കാണുന്നില്ല മമ്മി. മമ്മി ഒന്ന് വന്നെടുത്തു തരൂ. ഓ എൻ്റെ കിച്ചു, നീ ഒന്ന് മര്യാദക്ക് നോക്ക്, അത് അവിടെ തന്നെ കാണും. ഇല്ല മമ്മി, ഞാൻ കുറേ നോക്കി, പക്ഷെ അത് ഇവിടെ എങ്ങും കാണുന്നില്ല. ഒന്ന് വന്നെടുത്തതാ മമ്മി. ചെറുക്കനൊരു പണിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല. എടാ കിച്ചു, എങ്ങനെ ഞാൻ വന്നിട്ട് അവിടെ നിന്ന് എടുത്തു തന്നു കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ കിട്ടു കിട്ടോ? നീ മര്യാദക്ക് അവിടെ നോക്കാദ്യം. ഇല്ല മമ്മി, ഇവിടെ എങ്ങും ഇല്ല. ഞാൻ കുറേ നോക്കി. ഒന്ന് വന്നെടുത്തോ. ഞാൻ ലേറ്റ് ആവുന്നു മമ്മി. ഇതെന്തുവാണ് ചെറുക്ക? പിന്നെ വെള്ള ഷർട്ടല്ലാതെ പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മനുഷ്യനോട് 100 കൂട്ടം പണിയുടെ ഇടയിൽ നിന്നാണ് ഓരോന്ന് വിളിക്കുന്നത്.
സോറി മമ്മി, ഞാൻ കണ്ടില്ല, അതുകൊണ്ടല്ലേ. ആ കണ്ടില്ല, ഒരു കാര്യം വരെയൊക്കെ നോക്കിയെടുക്കാണെന്ന് അറിയില്ല. ഇത്രയും വളർന്നെന്ന് വന്നിട്ട് എന്താ കാര്യം? പോത്ത് പോലെ വളർന്നു, എന്നിട്ടും ഒരു കാര്യമില്ല. ആ മമ്മി ഇങ്ങനെ ചൂടാവാതെ, രാവിലെ തന്നെ ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ അത് ഹെൽത്തിന് ദോഷമല്ലേ മമ്മി. മമ്മി ചെല്ല് കിച്ചണിലേക്ക് പോക്കോ, അല്ലെങ്കിൽ പപ്പ പാവാടെ ഒറ്റക്ക് കിടന്ന് കഷ്ടപ്പെടും. ചെല്ല് വേഗം പോക്കോ. ഇപ്പൊ അവൻ എന്നെ പറഞ്ഞുവിടാൻ എന്താ ഇൻട്രസ്റ്റ്? ഇങ്ങോട്ട് വരാനിട്ട് എന്തായിരുന്നു കുഴപ്പം? നീ തന്നെയല്ലേടാ എന്നെ വിളിച്ചെടുത്തേ. അല്ല മമ്മി, വന്ന കാര്യം കഴിഞ്ഞല്ലോ, ഇനി വേഗം പോക്കോ. ഇവനെ കൊണ്ട് അപ്പനും കണക്കാ മക്കളും കണക്കാ. ഒരു കാര്യം വരെയൊക്കെ ചെയ്യാൻ മനുഷ്യനെ സമ്മതിക്കത്തില്ല. എന്തോ മനുഷ്യ, കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഇതുവരെ? കുറെ നേരമല്ല ഒരു സവാളയും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ അരിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി സാറമ്മ ഇതിനകത്ത് അരിഞ്ഞു കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അരിയാനായിട്ട് സമയമെടുക്കുന്നത്, ഇത് അരിഞ്ഞ് കഴിയേണ്ടത്. പിന്നെ ഒരു സവാള അരിയാനല്ലേ ഇത്ര നേരം? മര്യാദക്ക് വേഗം അരിഞ്ഞെടുക്കും, എന്നിട്ട് വേണം അടുത്ത പണി ചെയ്യാനായിട്ട്. ഇത് എന്തുവാടി തീരുമ്പോ പണി തരാം? ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതം വല്ലോ ആണോ? ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് ചെയ്താൽ മതി, കേട്ടോ പറഞ്ഞേ. ഓ, അല്ലേലും നമ്മള് പറയുന്നത് ആരാ ഇവിടെ കേക്കുന്നേ? എന്തായാലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല ഞാൻ. എന്നാ മിണ്ടാതെ വേഗം പണി ചെയ്ത് തീർക്കാൻ നോക്കും മനുഷ്യ. മമ്മി ഇന്ന് ഞാൻ ഇറങ്ങും കേട്ടോ. ബൈ മമ്മി, ബൈ പപ്പ. എടാ ചെറുക്ക, കഴിച്ചിട്ട് പോടാ, അതേ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നു. അയ്യോ മമ്മി, തീരെ സമയമില്ല മമ്മി, ലേറ്റ് ആയി. എനിക്ക് രാവിലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ക്യാൻറ്റീന്ന് കഴിച്ചോളാം കേട്ടോ. ഓക്കെ ബൈ, ശരി ബൈ. ചെറുക്ക, ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ ആരാ കേൾക്കുന്നേ? എന്റെ പൊന്ന് സാറമ്മ, നീ ഇങ്ങനെ രാവിലെ തന്നെ ചൂടാവാതെ. അവന് മീറ്റിംഗ് ഉള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവൻ രാവിലെ ഇവിടെ നിന്ന് കഴിച്ചിട്ടല്ലേ പോകുന്നേ. നീ വിഷമിക്കാതെ, അവൻ ക്യാൻറ്റീന്ന് കഴിച്ചോളും. സമയത്ത് അവൻ എന്തായാലും ഫുഡ് കഴിച്ചോളും, പേടിക്കണ്ട. കഴിച്ചാ മതി, കഴിച്ചാ അവന് കൊള്ളാം. അവനതൊക്കെ കഴിച്ചോളും, നീ ഒന്ന് സമാധാനപ്പെട്. നീ എന്തിനാ ഇങ്ങനെ രാവിലെ ദേഷ്യപ്പെടുന്നേ? അത് പിന്നെ അതിന്റെ സങ്കടം കൊണ്ടാ. ഞാൻ എത്ര നാളായി പറയുന്നു അവനോടൊരു കല്യാണമൊക്കെ കഴിക്കാനായിട്ട്. അവൻ എത്ര വയസ്സായെന്ന വിചാരം? അവൻ എന്താ ഇങ്ങനെ നടക്കുന്ന, ഒരു കല്യാണം പോലും കഴിക്കാതെ? എടി, അത് പിന്നെ നിനക്കറിയാവുന്നല്ലേ കാര്യങ്ങളൊക്കെ, അതുകൊണ്ടായിരിക്കും. അവന് കുറച്ച് ടൈം കൊടുക്കുന്നേ. എത്രയെന്ന് വെച്ച് ടൈം കൊടുക്കുന്നത്? ഇതിപ്പോ എത്ര വർഷമായി അതെല്ലാം കഴിഞ്ഞിട്ട്? പ്രപ്പോസിന്റെ കാര്യം പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി, അവനൊരു മൈൻഡ് പോലും കാണിക്കത്തില്ല. സാരില്ല, അതാണോ എൻ്റെ സാറമ്മയുടെ വിഷമം? പോട്ടെ, വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. ഇച്ചാ, ഞാൻ സീരിയസ് ആയിട്ടാട്ടോ പറയുന്നേ. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ അവനോട് ഈ കാര്യത്തെ പറ്റി സംസാരിക്കണം. ഞാൻ സംസാരിക്കാം. എൻ്റെ സാറമ്മ വിഷമിക്കാതെ വാ, നമുക്കിപ്പോ ബാക്കി പണിയൊക്കെ തീർക്കാൻ നോക്കാം. വാ. എന്ത് നോക്കി നിൽക്കുവോ മനുഷ്യ? നിങ്ങൾ പോയി പണിയെടുക്ക മനുഷ്യ. ഞാനിപ്പോ നിന്നെ ആശ്വസിപ്പിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞ എന്നെ ആശ്വസിപ്പിക്കാൻ വരാനായിട്ട്? മര്യാദക്ക് പോയി പണി തീർക്കാൻ നോക്കിയേ. എന്റെ പൊന്നോ, പോകുവാ. ജാക്സൺ, കം ടു മൈ ക്യാബിൻ. ദൈവമേ, നീ ഇതെന്താണാവോ? സർ, മേ ഐ കം ഇൻ? യെസ് കം ഇൻ. ജാക്സ, വർമസ് കമ്പനിയുടെ ഡീലിങ്സിൻ്റെ കാര്യമൊക്കെ എന്തായി? ഞാൻ തന്നോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നില്ലേ? സർ, അത് എന്താ അന്വേഷിച്ചില്ലേ? അന്വേഷിക്കാൻ ചല്ല സർ, ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷെ വർമസ് സാറിൻ്റെ മാനേജർ പറഞ്ഞു അവർക്ക് നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അവർക്ക് ANJ കൺസ്ട്രക്ഷനായിട്ട് തന്നെ കൊളാബറേറ്റ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞോ? താൻ പറഞ്ഞില്ലേ അവർ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ ലാഭത്തിൽ നമ്മൾ പ്രോജക്ട്സ് ഒക്കെ ചെയ്തു കൊടുക്കാം എന്നുള്ളത്? സർ, അതൊക്കെ ഞാൻ പറഞ്ഞത്, ഞാൻ മാക്സിമം അവരെ കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു ജ്വൽ മാഡം ഓൾറെഡി സൈൻ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ANJ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഡാമിറ്റ്, താനൊക്കെ എന്തിനിരിക്കുവാണോ? ഒരു കോൺട്രാക്ട് പോലും മര്യാദക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നെയൊക്കെ ഇവിടെ മാനേജറായിട്ട് നിർത്തിക്കുന്നത് എന്തിനാണോ? എടാ തരു, നീ ഇങ്ങനെ ചൂടാവാതെ. പിന്നെ ഈ കോൺട്രാക്ട് ഓൾറെഡി ആദ്യമേ തന്നെ ANJ കൺസ്ട്രക്ഷന് പോകേണ്ടിയിരുന്നത് തന്നെയല്ലേ. ബാക്കി കമ്പനീസിനെയൊക്കെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന പോലെ ഈ വർമസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നമ്മളുടെ കുറ്റാണോ? എപ്പോഴും ഇങ്ങനെ കളത്തരത്തിലൂടെ ജയിക്കാൻ പറ്റുന്ന വരില്ല തരൂ. ഓ, നീ എന്നെ ഉപദേശിക്കാൻ വന്നേക്കുവാണോ? മര്യാദക്ക് ഏൽപ്പിച്ച പണി ചെയ്യാൻ അറിയാൻ പാടില്ല, ഇപ്പോൾ എന്നെ ഉപദേശിക്കാൻ വന്നേക്കുന്നല്ലേ? ഞാൻ നിന്നെ ഉപദേശിക്കാനൊന്നും വന്നല്ല. നീ തന്നെ നിന്റെ മനസാക്ഷിനോടൊന്ന് ചോദിച്ചു നോക്ക്, നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നുള്ളത്. എടാ, അതൊക്കെ എത്രയോ വർഷം മുന്നേ തീർന്ന പ്രശ്നങ്ങളാണ്. പിന്നെയും നീ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇങ്ങനെ പിന്നെയും അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാടാ? അവൾ നിനക്കൊരു ശല്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. നീ അവൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്താലും അവളത് കണ്ടില്ല എന്ന് തന്നെ നടിക്കുന്നുള്ളൂ, പാവം. ഓ, അവളപ്പോൾ പാവം, ഞാനിപ്പോൾ ആണ് ദുഷ്ടൻ അല്ലേ? 2-3 വർഷം മുന്നേ ഉണ്ടായതൊന്നും നീ മറക്കരുത് കേട്ടോ ജാക്സ. എടാ, ഞാനതൊന്നും മറന്നിട്ടല്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നീ പറയുന്ന പോലെ അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം പിന്നെ നീ പറയുന്നത് ഞാൻ കള്ളം പറയുമെന്നാണോ?
അല്ല, അല്ലെങ്കിൽ തന്നെ ഞാനെങ്ങനെ കള്ളം പറയുന്നത്? അവള് അതിനെപ്പറ്റി ഇപ്പോൾ ചോദിച്ചിട്ട് എന്തെങ്കിലും ഇത്രയും വർഷമായിട്ട് മിണ്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര തവണ എല്ലാവരും മാറി മാറി ചോദിച്ചു അവളുടെ അടുത്ത്. ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയോ ആളെ പറ്റിയോ ഒന്നും തന്നെ അവൾ സംസാരിച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ട്? അവൾക്ക് കുറ്റബോധമുള്ള ഉണ്ടായിരിക്കില്ലേ? നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവൾ അങ്ങനത്തെ ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ ജാക്സൺ, മതി. എനിക്ക് അവളെപ്പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. നീ നിന്റെ പണി നോക്കി പോയേ. വേമാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഓർഡർ കിട്ടാത്തതുകൊണ്ട് പുതിയ വല്ല ഓർഡേഴ്സും കിട്ടാനുണ്ടോ എന്ന് പോയി നോക്ക്. അല്ലെങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നീ വിഷയം മാറ്റാനാണല്ലോ പതിവ്. ഞാനിനി ഒന്നും പറഞ്ഞ് നിന്റെ സമാധാനം കളയുന്നില്ല. ഞാൻ പോവാം. ശരിയെന്നാ. നിറങ്ങൾക്കാവുമോ വെല്ലുവാൻ നിൻമണിച്ചന്തം അതേതോ മായയോ എന്നിലായി പിന്നി നിൽക്കുന്നു. നിറങ്ങൾക്കാവുമോ വെല്ലുവാൻ നിൻമണിച്ചന്തം അതേതോ മായ. ജിസു, വുമൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കിയോ? യെസ് മാം, അതെല്ലാം ഞാൻ മാമിൻ്റെ ടേബിളിൽ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. നാളെ അവരായിട്ടുള്ള മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടല്ലോ? യെസ് മാം, മോർണിംഗ് 10 o'clock തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മീറ്റിംഗ്. ബസ്സിനും മാനേജറും കൂടിയിട്ട് നാളെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാം മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഗുഡ്. സോ എവറിത്തിങ് ഹാസ് ബീൻ ഓൾറെഡി അറേഞ്ച്, റൈറ്റ്? യെസ് മാം, മാം അതിനെപ്പറ്റി ടെൻഷൻ ആവണ്ട, എല്ലാം ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ ജിസു, ശരി. എന്നാൽ ഞാനെന്നാൽ വീട്ടിലേക്ക് പോകുക. നിങ്ങൾ വന്ന് ഇറങ്ങിക്കോ. നാളെ രാവിലെ നേരത്തെ വന്നിട്ട് മീറ്റിംഗ് റൂം എല്ലാം അറേഞ്ച് ചെയ്താൽ മതി. ഇത്രയും സമയമായില്ലേ, ഇനി ലേറ്റ് ആവണ്ട. പൊക്കോ എന്നാ. ഓക്കെ മാം, താങ്ക് യു. ബൈ, സീ യു ടുമോറോ. ഓക്കെ, സീ യു ടുമോറോ. മമ്മി, ഞാൻ വന്നു. മമ്മി എവിടെയാ? നീ വന്നോ? നീ എന്താ എത്ര ലേറ്റായി? അത് പിന്നെ മമ്മി, നാളത്തെ മീറ്റിങ്ങിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റായത്. അല്ല, കുഞ്ഞ് എവിടെ മമ്മി? ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ വരുന്ന നേരമാകുമ്പോൾ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുന്ന ആളല്ലോ പക്ഷി. ഇന്നെവിടെ പോയി കണ്ടില്ലല്ലോ ആളെ. ഇത്ര നേരം അവൾ ഇവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇതാ റൂമിലേക്കൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ ആൾ ഇവിടെ നിന്ന് പോയത്. ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പൊ കുറച്ചു നേരമായി. എന്തെങ്കിലും പണി ഒപ്പിക്കുവാണോ ആവോ? ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. ആണോ പപ്പ? എന്നാൽ ഞാൻ പോയി നോക്കിയിട്ട് വരാട്ടോളെ. ശരി മോളെ, നീ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വായോ എന്നാ. കുഞ്ഞാ, അമ്മയുടെ തത്തമ്മ എന്തെടുക്കുമായിരുന്നു ഇവിടെ? അതുണ്ടല്ലോ മമ്മി, ഞാനിവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. അപ്പോഴേ കുഞ്ഞിനൊക്കെ വന്നേ. അപ്പോ കുഞ്ഞിക്കെന്നോ ഒങ്ങനോ വേണ്ടിയോ എന്ന് ആലോചിക്കായിരുന്നു. ആണോടെ ഡക്കരെ? ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മുച്ചിന് കിടന്ന് ഒങ്ങാറുന്നില്ലേടാ കുഞ്ഞാ? ഇപ്പൊ മമ്മി വന്നല്ലോ, ഇനി കുഞ്ഞു മമ്മിയുടെ കൂടെ കിടന്നൊങ്ങോലോ. അന്നോ, മമ്മിയുടെ കൂടെ കിടന്നൊങ്ങോലോ ഇനി കുഞ്ഞ്. എന്നാ അങ്ങനെ മതി കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും കൂടി കെട്ടിപ്പിച്ച് കിടന്നുറങ്ങാം. അത് മതി, അത് മതി. എനിക്ക് മമ്മീനെ കെട്ടിപ്പിച്ച് കിടന്നുറങ്ങിയാ മതി. മമ്മി വരുമ്പോഴത്തേക്കും എനിക്കൊരു സാധനം വാങ്ങിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞില്ലാന്നോ? മമ്മി അത് വാങ്ങിച്ചോണ്ട് വന്നോ? അയ്യോ, മമ്മി അത് മറന്നു പോയല്ലോ കുഞ്ഞാ. സാരില്ല, നാളെ വാങ്ങിച്ചു തരാട്ടോ. പറ്റില്ല പറ്റില്ല, മമ്മി വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പൊ തന്നെ വേണത്. മമ്മി അത് മറന്നു പോയല്ലേ മോളോട് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് മമ്മി മറന്നു പോയല്ലേ മോളിനി. മമ്മിനെ മിണ്ടൂല, മമ്മിയായിട്ട് മോളിന് കൂടൂല, ഒട്ടും കൂടൂല. അയ്യോ, മമ്മിയുടെ മുത്ത് മമ്മീനോട് പിണങ്ങിയോ? ആഹാ, അപ്പൊ പിന്നെ മമ്മി കൊണ്ടുവന്ന സാധനം ഇനി ആർക്ക് കൊടുക്കുന്നാവോ? അമ്മൂമ്മയ്ക്കും അപ്പച്ചനും കൊടുത്തോട്ടെ ഞാൻ. മമ്മി മക്കൂലാന്ന് എന്നെ മമ്മി മതി മതി, എന്നെ സോപ്പിട്ടത്. ഇന്നാ പിടിച്ചോ. അച്ഛടാ, മമ്മിയുടെ കുഞ്ഞിന്റെ പല്ല് തണുക്കുന്നുണ്ടോ? അത് മുഴുവൻ ഒന്ന് കഴിക്കണ്ട, നമുക്ക് പിന്നെ കഴിക്കാൻ. ബാക്കി കുറച്ച് കഴിച്ചിട്ട് എടുത്ത് വെക്കാം നമുക്ക്. പല്ല് തണുത്താൽ ഇപ്പൊ തന്നെ മുഴുവൻ കഴിക്കണോ അല്ലേ? വേണം വേണം വേണം. അപ്പോ ഓക്കെ, ശരി. എന്നാ എല്ലാം പറഞ്ഞ പോലെ. എടി, പ്ലാനൊക്കെ അതേപോലെ തന്നെ ചെയ്തോളിനെ, കോളം ആക്കരുത് കേട്ടോ.
നീ പോട കാട്ടുമോയല്ലേ, പറയുന്ന കേട്ടാ തോന്നും ഇത് നിന്റെ പ്ലാനാന്ന്. ഞാൻ ഉണ്ടാക്കിയ പ്ലാനല്ലേ, അപ്പം ഞാൻ മര്യാദക്ക് ചെയ്തോളാം. നീ ആയിട്ട് കുളമാക്കാതിരുന്നാൽ മതി, ഞാൻ നന്നായിട്ട് തന്നെ എല്ലാം ചെയ്തോളാം. ആ ചെയ്താ മതി. എടച്ചക്ക ഇവിടെ നിന്ന് കറങ്ങി തിരിയാണ്ട് വീട്ടിൽ പോടാ. ചെല്ല് ഇന്ന് പോവാൻ നോക്ക്. ഓ ആയിക്കോട്ടെ തമ്പുരാട്ടി, ഞാൻ പോവാ. ആ അന്ത ഭയം ഇരിക്കട്ടെ. അപ്പോൾ ശരിയടി എന്നാ, ഓക്കെ ബൈ. എത്തിയിട്ട് വിളിക്കട്ടോ, വിളിക്കാൻ മറക്കരുതേ. ആടെ ശരി എന്നാ, ഞാൻ വിളിക്കാം, ഞാൻ എത്തിയിട്ട് വിളിക്കാം. ഇടയ്ക്കിച്ചു കുറച്ചും കൂടി ചോറ് എടുത്ത് കഴിച്ചേ നീ. അയ്യോ മതി എൻ്റെ അമ്മ, എൻ്റെ വയറ് നിറഞ്ഞ് ഇതാ ഇപ്പോൾ വയറ് പൊട്ടിപ്പോവും. പിന്നെ ഒന്ന് പോടാ അവിടെ നിന്ന്, വയറ് പൊട്ടിപ്പോകുന്നു. നീ അതിനെ മര്യാദക്കൊന്നും കഴിച്ചില്ലല്ലോ. അയ്യോ എൻ്റെ അമ്മ, ഞാൻ കഴിച്ച അമ്മ, എനിക്ക് മതി അമ്മ, എനിക്ക് ഇത്രയും മതി, ഇതിൽ കൂടുതൽ ഞാൻ താങ്ങില്ല അമ്മ. എടി സാറാമോ, നീ അവനൊന്ന് വെറുതെ വിട്, അവനെടുത്ത് കഴിച്ചോളൂ അവന് ആവശ്യമുണ്ടെങ്കിൽ. ഓ ഞാനിനി ഒന്നും പറയുന്നില്ല, ഞാൻ പറയുന്നതിനാണ് അല്ലെങ്കിൽ എപ്പോഴും കുറ്റം. ഇതാരാണിത് ഈ നേരത്ത്? അമ്മ 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 അമ്മായി, വാലം തുറക്കമ്മ അമ്മ. എന്റെ കർത്താവെ, പിച്ചക്കാരി ഈ നേരത്തോ? ഇവർക്ക് രാവും പകലൊന്നൊന്നും ഇല്ലേ? എവിടെയോ കേട്ടുന്നില്ല, പരിചയമുള്ള സൗണ്ട് പോലെ തോന്നുന്നല്ലോ. മമ്മി ആ ഡോറൊന്ന് പോയി തുറന്നു നോക്കേ. പിച്ചക്കാരാന്ന് തോന്നുന്നില്ല, മമ്മിയുടെ ഇളയ മോനാന്ന് തോന്നുന്നു സൗണ്ട് കേട്ടിട്ട്. അവനോ? അവന് ഈ നേരത്തോ? അവൻ വരുന്ന ആരൊന്നും പറഞ്ഞില്ലല്ലോ വിളിച്ചപ്പോ. നീ എന്തായാലും സാറാമ ആ ഡോർ പോയി തുറന്നു നോക്ക്, ആരാന്ന്. ഹായ് മാതാശ്രീ, നമസ്കാരം. സർപ്രൈസ്. എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ്? അവൻ്റെ ഒരു സർപ്രൈസ്. എടാ ചെറുക്ക, വരുമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് വന്നൂടെ? ഇത് തോന്നുമ്പോൾ കയറി വരാൻ ഇതെന്താ സത്രോ? ഓഹ് എൻ്റെ പൊന്ന് തള്ളേ, നിങ്ങളെന്ത് തള്ളയാണിത്? മോന കുറേ നാളുകൾക്ക് ശേഷം, 2 വർഷങ്ങൾക്ക് ശേഷം മോനെ കണ്ടിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കണ്ടേ? ഇല്ലടാ, പിന്നെ ഞാൻ നിന്നെ മടിയിലിരുത്തി താലോലിക്കാം, ബാങ്ങോട്. ഓ ബ്ലഡി മാതാശ്രീ, നിങ്ങൾക്കൊരു സ്നേഹമില്ലല്ലോ എന്നോട്. മമ്മി ഇന്നലെ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ സർപ്രൈസ് ആയിട്ട് വരാലോ, മമ്മീനെ ഞെട്ടിക്കാലോ എന്നൊക്കെ വിചാരിച്ച് വന്ന ഞാനിപ്പോൾ ആരായി? അയ്യോടാ, മമ്മിയുടെ പൊന്നുമോ മമ്മീനെ സർപ്രൈസ് ആക്കാൻ വന്നാണോ? അതും മമ്മി അറിഞ്ഞില്ലല്ലോടാ. സാരമില്ല മമ്മി, ആ നഗ്നമായ സത്യം മമ്മി ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. നിന്ന് കഥാപ്രസംഗം പറയാതെ കയറി പോടാത്തേക്ക്. ഓ വന്ന പാടെ ആട്ട് വാങ്ങിച്ചു കൂട്ടി, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഓ വേണ്ടായിരുന്നു, ഞാൻ കയറിയല്ലോ. ആരാ സാറമ്മ അത്? ആ പിതാശ്രീ ഇവിടെ ഉണ്ടായിരുന്നു. നമസ്കാരമുണ്ട്. ആ കണ്ട പപ്പ, ഞാൻ പറഞ്ഞില്ല അപ്പോഴേ ഇവനായിരിക്കുമെന്ന്. എനിക്ക് സൗണ്ട് കേട്ടപ്പോഴേ തോന്നി. ഇവൻ്റെ ഈ വൃത്തികെട്ട സൗണ്ട് ഞാൻ അങ്ങനെയൊന്നും മറക്കത്തില്ലല്ലോ. എടാ ചേട്ടൻ തണ്ടി, നിനക്കുള്ളത് ഞാൻ തരാട്ടാ. ഓ വന്ന പാടി തുടങ്ങി രണ്ടും കൂടെ. എടാ നീ ഇപ്പൊ വന്നില്ലേ ഉള്ളൂ, കുറച്ച് റെസ്റ്റ് എങ്കിലും എടുക്കടാ. ആ പറഞ്ഞ സാധനം അല്ലെങ്കിലും അവൻ്റെ ഡിക്ഷണറിയിലൂടെ പോയിട്ടില്ലല്ലോ ചായ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മമ്മി എനിക്ക് വിശക്കുന്നു, കുറച്ച് ഫുഡ് തരുമോ? ഇരിക്ക്, ഞാൻ വിളമ്പിത്തരാം. എന്റെ കുഞ്ഞു, നീ അതവിടെ മൊത്തം ഇട്ടല്ലോ. മര്യാദക്ക് മമ്മി പറഞ്ഞല്ലേ മമ്മി വാരിത്തരാന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഒറ്റക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൾ അവിടെ മൊത്തം വിരകിയിട്ടു. എന്റെ കർത്താവിന് ഞാൻ ഇതിനെ എങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുമെന്തോ. വലിയ കുട്ടികളൊക്കെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണമെന്ന്. അതുകൊണ്ടല്ലേ കുഞ്ഞു തന്നെ ഫുഡ് കച്ചോളാന്ന് പറഞ്ഞത്. മമ്മി എന്നോട് ദേഷ്യപ്പെട്ട് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ച കണ്ടില്ലേ മമ്മീനെ വക്ക് പറയുന്നു. ആഹാ അത്രയ്ക്കായോ? ആരാണ് എന്റെ കൊച്ചിനെ ഇവിടെ വഴക്ക് പറയുന്നത്? ഞാൻ ചോദിക്കാം. മോൻ കഴിച്ചോട്ടോ, ഞാൻ ചോദിക്കാട്ടോ. മിന്നു, നീയാണ് എന്റെ കൊച്ചിനെ വഴക്ക് പറഞ്ഞേ? ഇനി എന്റെ കൊച്ചിനെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നല്ല അടി വെച്ച് തരും. കേട്ടല്ലോ പറഞ്ഞേ? ഓ കേട്ട്. ആ അപ്പച്ചനും കൊള്ളാം, പേരക്കൊച്ചും കൊള്ളാം. എന്റെ കുഞ്ഞതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. കുഞ്ഞു കഴിച്ചോട്ടോ. ഇതാരാണിത് ഈ നേരത്തുന്നാവോ? കുഞ്ഞു, നീ ഇതെങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നേ? മര്യാദ ഇവിടെ വന്നിരുന്നേതേ, കഴിച്ചു തീർത്തിട്ട് പോയേ. എന്റെ മോളെ, നീ ഇതെടുക്കാൻ വേണ്ടിട്ടാണോ ഓടിപ്പോയത്? അല്ല, എന്തിനാ ഇപ്പൊ ഇതെടുത്തോണ്ട് വന്നേ? അതെന്തല്ലോ മമ്മി, രാത്രി ആ കഴിഞ്ഞു കഴിഞ്ഞാ കൊക്കച്ചി വരുന്ന എന്നോട് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് വേഗം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ഇപ്പൊ വന്ന് വെള്ളച്ചിട്ട് ചിലപ്പോ കൊക്കച്ചി ആണെങ്കിൽ അമ്മമ്മേനെ പിച്ചോണ്ട് പോകത്തില്ലേ? അതുകൊണ്ട്
അയ്യോ കുഞ്ഞു, ഇപ്പൊ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, അപ്പൊ ഇപ്പൊ കോക്കാച്ചിയൊന്നും വരത്തില്ല കേട്ടോ. അത് കുഞ്ഞു സമയത്തിന് ഉറങ്ങിയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിച്ചാലാണ് കോക്കാച്ചി വരുന്നത് കേട്ടോ. അതോ അത് വേറെ ആരെങ്കിലും വന്ന് ബെല്ലടിച്ചതായിരിക്കും കേട്ടോ. എന്തായാലും കുഞ്ഞിപ്പോ അമ്മൂമ്മയ്ക്ക് തന്നെ അത്. എന്നിട്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് തീർക്കട്ടോ. അമ്മൂമ്മ പോയി നോക്കിയിട്ട് വരാം ആരാ വന്നേന്ന് കേട്ടോ. ഓ സൂക്ഷിച്ചോളാടെ എൻ്റെ കാന്താരി. ഇതെന്നാൽ ആരാണാവോ ഈ നേരത്ത് വന്നേക്കുന്നത്? ഹായ് മമ്മി, സർപ്രൈസ്. ചിന്നു മോളെ, അയ്യോ എത്ര നാളെ എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട് ഞാൻ. ആരാ അന്നമ്മേ വന്നേ പുറത്ത്? ചിന്നൂസി മോളെ നീയായിരുന്നോ? അതേലോ ഞാൻ തന്നെയാ, എൻ്റെ ചക്കര പപ്പയും മമ്മി. ഐ മിസ്ഡ് യു ബോത്ത് സോ മച്ച്. ഞങ്ങളും മിസ് ചെയ്തുകൂടാ നിന്നെ ഒരുപാട്. അല്ല മോളെന്താ പറയാതെ വന്നേ? അത് ശരി, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലേ മിസ്റ്റർ മാത്യു എബ്രഹാം? പിന്നെ ഞാൻ ഓർത്തു ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. അല്ല എൻ്റെ കാന്താരി എവിടെ? കണ്ടില്ലല്ലോ അവളെ. നിങ്ങൾ എന്താ എന്നെ വീടിനകത്തേക്ക് വിളിക്കാത്ത? ഇവിടെ ഇങ്ങനെ പുറത്ത് നിർത്തിച്ച് സംസാരിക്കാനാണോ? മാറിക്കേ ഞാൻ അകത്തേക്ക് കയറിട്ടെ. എൻ്റെ കൊച്ചിനെ പോയി കാണട്ടെ ഞാൻ. നിങ്ങളും ഇവിടെ ഇങ്ങനെ നിൽക്കാതെ അകത്തേക്ക് കയറി വന്നേ. കമോൺ ഫോളോ മീ ഗൈസ്. ഓ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. വാ അന്നാമോ, നമുക്കും പോകാത്തേക്ക് വാ. ഏയ് പറ്റില്ല മുഴുവൻ കഴിക്കണം. ആരാ ഇവിടെ എൻ്റെ കൊച്ചിനെ വഴക്ക് പറയുന്നേ? മേമയുടെ കുഞ്ഞു സിംഗ് വന്നേ. ബാ മേമ എടുക്കാം മുത്തിന്. മേമ ഉണ്ടല്ലോ എൻ്റെ കുഞ്ഞിന് ഒരുപാട് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ബാ നമുക്ക് പോയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കാം. ഫുഡിനോടൊക്കെ പോവാൻ പറ. നമുക്ക് ഫുഡൊന്നും വേണ്ട, നമുക്ക് ചോക്ലേറ്റ്സ് കഴിക്കാം. അത് മേമയ്ക്ക് അറിയാലോ, അതുകൊണ്ടല്ലേ മേമയുടെ മുത്തിനും മേമ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. ഇവളാണോ വന്നല്ലോ കുഞ്ഞുന്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ. എന്നാ പിന്നെ ഇനി കുഞ്ഞുന് വേറെ ഒന്നും വേണ്ട. മേമ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതിയല്ലോ. മേമേനെ മാത്രം മതി, വേറെ ആരും വേണ്ട അവക്ക്. മമ്മി പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. മമ്മീനോട് പോവാൻ പറ. നമുക്കിവിടെ നാളെ തൊട്ട് അടിച്ചു പൊളിക്കാട്ടോ. പൂർത്തിയായി. നീ എന്തിനാണാവോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളി? നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇവളെങ്കിലും അവിടെ അടങ്ങിയിരുന്നേനെ. ഇവക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ച് കുരുത്തക്കേട് കൂടുതലാണ്. ഇനിയിപ്പോൾ നീയും കൂടി വന്ന സ്ഥിതിക്ക് പറയേ വേണ്ട. എന്തൊക്കെയാണാവോ രണ്ടും കൂടി ഇവിടെ ഒപ്പിച്ച് വെക്കാൻ പോകുന്നത്. ഈ വീട് തലകീഴായിട്ട് മറിച്ചിടാതിരുന്നാൽ മതിയായിരുന്നു. നീ പോടി രാക്ഷസി. ആഹാ രാക്ഷസിന്നോ? നിനക്കുള്ള പണി ഞാൻ തരാട്ടാടി. മമ്മി എന്തായാലും ഇവളിപ്പോൾ ലണ്ടനിൽ നിന്നൊക്കെ വന്നല്ലോ. ഇവളുടെ സ്റ്റഡീസും കംപ്ലീറ്റ് ആയി. എന്നാൽ പിന്നെ നമുക്ക് ഇവളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടാലോ? അതാകുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് എൻ്റെ കൊച്ചെങ്കിലും നേരെ ചോയി വളർന്നോളും. കെട്ടിച്ചു വിടാനോ? എന്നെയോ? എനിക്കൊന്നും ഇപ്പൊ കല്യാണം വേണ്ട. മിന്നു പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. നീ എന്ത് പറയുന്നു അന്നാമ്മേ? ശരിയാണ് ചായ, ഞാനും അതിനെപ്പറ്റി ആലോചിച്ചായിരുന്നു. ഇവളുടെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ആയല്ലോ. അപ്പം എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയാനിരിക്കുമായിരുന്നു ഞാൻ. ഇതിപ്പോൾ ഇവളായിട്ട് തന്നെ വന്നല്ലോ. അപ്പം പിന്നെ നമുക്ക് എന്തായാലും പ്രപ്പോസൽസ് നോക്കാം. ഇതിപ്പോൾ കളിക്കാര്യമോ? എടി ചേച്ചി, പണി തന്നിട്ട് അവിടെ ഇരുന്ന് സുഖിക്കുവാണല്ലേ നീ. അവക്കിട്ട് പണിയെടുത്തപ്പോഴത്തേക്ക് എന്താ ഒരു ആശ്വാസം. നല്ല സമാധാനം. നിനക്ക് അങ്ങനെ തന്നെ വേണോടി. എന്നാ പിന്നെ അന്നമ്മേ നാളെ തന്നെ ഏതെങ്കിലും മാട്രിമോണിയിൽ കൊടുക്കാം. പിന്നെ അതും പോരെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബ്രോക്കർമാരോടും കൂടെ പറഞ്ഞു നോക്കാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാച്ചായ. കർത്താവേ, ഇതിപ്പോൾ ഇവളുടെ കാര്യം ശരിയാക്കാൻ വന്നിട്ട് ഇത് നേരെ തിരിഞ്ഞ് എൻ്റെ തലയിലേക്ക് വന്ന പോലെയാണല്ലോ. ഈശോയെ, ഞാൻ പെട്ടല്ലോ. എൻ്റെ കർത്താവേ, എന്തും പറഞ്ഞ ഞാൻ ഇനി ഇതിൽ നിന്നൊന്ന് ഒഴിയാന്നാവോ? എനിക്ക് നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ.